മഹിയും വർഷയും ഒരു ഹോസ്പിറ്റലിൽ ഒരേ ദിവസം തന്നെയാണ് ജനിച്ചത്. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർഷയുടെ ജീവൻ രക്ഷിച്ച ആ ഒരു കുട്ടി മഹിയാണെന്നുള്ള കാര്യം അറിയില്ല. ഇപ്പൊ വർഷയുടെ ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവന്റെ അച്ഛന്റെ സ്റ്റുഡിയോയിലേക്ക് വർഷനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവള് ചെറുപ്പത്തിൽ നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ആ പെട്ടി അവള് ചെറുപ്പത്തിൽ എവിടെ പോയാലും കൊണ്ടുപോകായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തശ്ശന്റെ ഫോട്ടോ പോലും ആ ഒരു പെട്ടിയിലാണുള്ളത്. അതൊന്ന് ചെറുപ്പത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടതായിരുന്നു. അത് മഹി വർഷക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ സന്തോഷത്തില് വർഷ മഹിയെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷക്ക് മഹിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം വർഷ മഹിയോട് പറയാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് അവൾക്ക് രാഹുൽ വിളിക്കുന്നുണ്ട്. രാഹുൽ ഇപ്പൊ ഊട്ടിയിലുണ്ടെന്നും അവളെ കാണാനായിട്ട് വന്നേക്കുന്നതാണെന്നും പറഞ്ഞു വർഷ മഹിനോട് യാത്ര പറഞ്ഞ് രാഹുലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. രാഹുലിനോട് വർഷ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. അവൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയാണ്. രാഹുൽ പാവം വർഷനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി റിംഗ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ അതൊന്നും നോക്കാതെ തിരിച്ചു പോവാണ്. ഇപ്പൊ അവളുടെ മൂവിയുടെ പ്രീമിയർ ഉണ്ടെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് അവര് ഡയറക്ടറെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഊട്ടിയിൽ നിന്ന് വേഗം തന്നെ വർഷക്ക് അവിടേക്ക് പോകണായിരുന്നു. പക്ഷെ മഹിനെ വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് അവൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലാരെ ഇനി നിന്റെ ജീവൻ രക്ഷിക്കാന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്, നിന്റെ ജീവൻ ഇനി രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഷനെ അവൻ അവോയ്ഡ് ചെയ്യായിരുന്നു. മഹിനെ കാണാതായ വർഷമാണെന്ന് വെച്ചാൽ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവന്റെ വീട്ടിൽ പോയ വർഷക്ക് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന അവരുടെ ചെറുപ്പത്തിലെടുത്ത ആ ഒരു ഫോട്ടോ കാണാനിട വരെ മഹിയുടെ അമ്മ ആ രണ്ടു കുട്ടികളും ഒരേ ഹോസ്പിറ്റലിലാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ മഹിയുടെ അമ്മയോട് വർഷ അത് ഞാനാണെന്നുള്ള സത്യം തുറന്നു പറയാണ്. ഈ ഒരു സീക്രറ്റ് അമ്മ മഹിനോട് പറയരുതെന്നും ഞാൻ അവനക്ക് സർപ്രൈസ് ആയിട്ട് പറയാന്ന് പറഞ്ഞ് വർഷ സന്തോഷത്തോടു കൂടി മഹി അച്ഛന്റെ സ്റ്റുഡിയോയിലാണ് ഉള്ളതെന്നും പറഞ്ഞ് അവിടേക്ക് പോകുന്നുണ്ട്. മഹിയെ വർഷ പുറത്തുനിന്ന് ഒരുപാട് ഡോറിൽ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷമം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ മഹി വാതിൽ തുറന്നില്ല. അവൾക്കിപ്പോ ഫ്ലൈറ്റ് മിസ്സാവുന്നുള്ളതുകൊണ്ട് അവളുടെ ഫ്രണ്ട് നിർബന്ധിച്ച് മഹിയെ കാണാതെ തന്നെ കൂട്ടിക്കൊണ്ട് ഊട്ടിയിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ മൂവിയുടെ പ്രീമിയറിന്റെ ആ ദിവസം വരാണ്. മഹിനെ അവള് ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും മഹി ഫോൺ അറ്റൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി മഹിനോട് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നുണ്ടെങ്കിലും വർഷയുടെ ആ ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടി അവനക്ക് പോകണമെന്നും വർഷക്ക് ഞാൻ അത് ഉറപ്പ് നൽകിയതാണെന്നും പറഞ്ഞ് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകാതെ ആ ഒരു തിയേറ്ററിലേക്ക് പോവാണ്. ഇപ്പൊ വർഷ ഫോണിൽ തന്നെ ഇരിക്കുന്നത് കണ്ട അവളുടെ അമ്മയാണെന്ന് വെച്ചാൽ അവളുടെ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാണ്. തിയേറ്ററിലെത്തിയ മഹി വർഷയുടെ ഫോണിലേക്ക് അടിക്കുന്നുണ്ടെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. മെസ്സേജ് അയച്ചിട്ട് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവന്റെ അസുഖം ഭയങ്കരമായിട്ട് സീരിയസ് ആയേക്കാണ്. തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയ മഹി ഒരുപാട് ചുമക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഒരു ശല്യമാണ്. അതുകൊണ്ട് അവൻ വർഷക്കൊരു മെസ്സേജ് അയച്ച് തിയേറ്ററിന്റെ പുറത്തായിട്ട് നിൽക്കാണ്. പക്ഷെ അവന്റെ അസുഖം കൂടിയോണ്ട് തന്നെ അവൻ അവിടെ തന്നെ ബോധം കെട്ടി വീഴാണ്. ഇതേ സമയത്താണ് അവിടേക്ക് രാഹുൽ എത്തുന്നത്. രാഹുൽ മഹിനെ കാണാനിട വരെയും അവൻ മഹിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നുള്ള കോള് വന്നോണ്ടേ ഇരിക്കുകയാണ്. അത് അറ്റൻഡ് ചെയ്ത രാഹുലിന് മഹിയുടെ കണ്ടീഷൻ മനസ്സിലാവാണ്. വേഗം തന്നെ അവൻ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി രാഹുൽ പോകുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞ വർഷയും മഹിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മഹിയുടെ ഫോൺ ഇപ്പോ രാഹുലിന്റെ കയ്യിലാണുള്ളത്. രാഹുൽ